എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്, വഴിപാട് ചെയ്യുന്നുണ്ട്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആരും ഭഗവാൻ നേരിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അത്തെ കാലത്ത് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കൂട്ടുകാരില്ല എന്ന് പറയുന്ന വിഷയം. ദേഷ്യപ്പെടുകയാണ്, ഇനി എനിക്ക് ഒരു കൂട്ടുമില്ല, ഞാൻ ഒരിക്കലും ഭഗവാനായിട്ട് മിണ്ടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളെ മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യത്തിന് പലരും നമ്മളെ ചീത്ത പറയും. നമ്മളോട് ദേഷ്യമരത്തിന്റെ ആ ഒരു മഞ്ഞത്തിലുള്ള അതൊക്കെ ആ ഒരു പൂക്കൾ എങ്ങനെയാണ് ഒരു അരഞ്ഞാണം പോലെ അരകെടുക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ വിഷു ദിനമാണല്ലേ, ഈ അടുത്തൊക്കെ വിഷു വരാൻ പോവാണ്. 2-3 ദിവസത്തിനുള്ള വിഷു ആണ്. അപ്പം ഇന്ന് പറയാനായിട്ട് പോകുന്നത് വിഷുവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. വിഷുവിലെ കണിക്കൊന്ന പൂവിൻ്റെ കഥ. പലർക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കാം, ചിലർക്കൊക്കെ അറിയായിരിക്കാം. എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ കഥ പറയുന്നത്. 2 കഥ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണണം, കാരണം 2 വ്യത്യസ്ത കഥകളാണ്. അപ്പോൾ ഒരു കഥ ചിലപ്പോൾ ചിലർ കേട്ടിട്ടുണ്ടാവും, രണ്ടാമത്തെ കഥ കേട്ടിട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് മുഴുവനായിട്ടും കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് കഥ പറയാൻ തുടങ്ങാം അല്ലേ. അപ്പോൾ കണിക്കൊന്ന പൂവ്, നമ്മൾ കണിക്കൊന്നതിനെ കൊന്ന പൂവ് എന്ന് പറയുമല്ലോ, അതിന് പിന്നിലുള്ള കഥയാണ് ആദ്യം പറയുന്നത്. നമ്മുടെ ഭഗവാൻ മഹാവിഷ്ണു തൻ്റെ അവതാരങ്ങൾ എടുത്തല്ലോ. അതിൽ ശ്രീരാമചന്ദ്രനായ അവതാരം എടുത്തപ്പോൾ ബാലിയെ കൊന്ന കഥ എല്ലാവർക്കും അറിയാലോ. അത് ഒരു കാര്യം കൊണ്ട് തന്നെ ഭഗവാൻ എന്താണ് ഒരു മരത്തിന് പിന്നിൽ മറഞ്ഞു നിന്നിട്ടാണ് ബാലിയെ കൊന്നത്. കാരണം ബാലിയുടെ മുന്നിൽ നിന്നിട്ട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ ബാലിക്കൊരു വരമുണ്ട്. അതായത് മുന്നിൽ നിൽക്കുന്ന യുദ്ധം ചെയ്യുന്ന ആളുടെ ഒരു പകുതി ബലം ബാലിക്ക് ലഭിക്കും. അങ്ങനെ ഒരു വരം ബാലിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ മറഞ്ഞു നിന്നിട്ട് ഈ ഒരു യുദ്ധം ചെയ്തത്. അങ്ങനെ ആ ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ മറഞ്ഞു നിന്ന മരത്തിന്റെ പേരാണ്, ആ മറഞ്ഞു നിന്ന മരമായിരുന്നു ഈ കൊന്ന മരം എന്ന് പറയുന്നത്. അങ്ങനെ ഈ ബാലിയെ കൊല്ലാനായിട്ട് ശ്രീരാമചന്ദ്രൻ മറഞ്ഞു നിന്ന മരം ആയതുകൊണ്ട് തന്നെ പിന്നീട് അത് കൊന്ന മരം എന്ന് അറിയപ്പെടാനായിട്ട് തുടങ്ങി. അങ്ങനെ എല്ലാവരും അതിനെ കൊന്ന മരം എന്ന് പറയുമ്പോൾ ആ മരത്തിന് വിഷമായി. എന്നെ എല്ലാവരും കൊന്ന മരം എന്ന് വിളിക്കുകയാണ്. അങ്ങനെ ഭഗവാനെ പ്രാർത്ഥിച്ചു. ഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. അങ്ങനെ ഭഗവാനോട് പറയാണ്, ഭഗവാനെ എന്നെ എല്ലാവരും കൊന്ന മരം എന്ന് വിളിക്കുകയാണ്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്, അങ്ങ് എൻ്റെ പിന്നിൽ മറഞ്ഞു നിന്നോണ്ടല്ലേ എന്ന് ചോദിക്കുകയാണ്. എനിക്കിതിൽ നിന്നൊരു ശാപമോക്ഷം തരണം എന്ന് പറയുകയാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുകയാണ്, ഇത് നീ ഈ ജന്മത്തിൽ ചെയ്ത തെറ്റുകൊണ്ടല്ല, നീ കഴിഞ്ഞ ജന്മത്തിൽ ഒരു മുനിയുടെ പേരിൽ ഒരു തെറ്റായ ഒരു ആരോപണം നടത്തി. അതിനുശേഷം അത് തെളിഞ്ഞപ്പോൾ നീ മാപ്പ് പറഞ്ഞെങ്കിൽ കൂടി അതൊരു ശാപമായിട്ട് നിലനിന്നു. അതുകൊണ്ടാണ് നീ അറിയാത്തൊരു കാര്യത്തിന് നിന്നെ എല്ലാവരും നിന്നെ വിളിക്കുന്നത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ കൊന്നമരം പറയാണ്, ഭഗവാൻ എനിക്കെല്ലാം മനസ്സിലായി, ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ശാപമോക്ഷം എനിക്ക് തരണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഭഗവാൻ ഭക്തവത്സലനാണ്, ഭഗവാൻ കൊടുക്കുകയാണ്, ശാപമോക്ഷം കൊടുക്കുകയാണ്. നീ കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ കലിയുഗത്തിൽ നിനക്ക് ഇതിൽ നിന്ന് ശാപമോക്ഷം ലഭിക്കും. നിന്നെ ഒരു വിശിഷ്ടമായൊരു ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിന്റെ പൂക്കൾ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതാക്കി മാറ്റും എന്ന് പറയുകയാണ്. കൊന്നമരത്തിന് ആശ്വാസമാവാണ്. ഇതാണ് ഒന്നാമത്തെ കഥ. ഇനി രണ്ടാമത്തത് ഇതിൻ്റെ ബാക്കി തന്നെയാണ്. അപ്പോൾ ചിലപ്പോൾ ആദ്യത്തെ കഥ പലരും കേട്ടിട്ടുണ്ടാവും, രണ്ടാമത്തെ ആയിരിക്കും പലരും കേൾക്കാത്തത്. അപ്പോൾ രണ്ടാമത്തെ കഥ എന്ന് പറയുന്നത് ഇതിൻ്റെ ബാക്കിയാണ്. കൊന്നമരത്തിന് അപ്പോൾ ശാപമോക്ഷം കൊടുത്തു. ഈ രണ്ടാമത്തെ കഥ കലിയുഗത്തിലാണ് നടക്കുന്നത്. നമ്മുടെ ഗുരുവായൂരപ്പൻ ഭഗവാൻ നേരിട്ട് വന്ന് അവിടെ പ്രത്യക്ഷനായിരിക്കുകയാണ്. കുറൂരമ്മേനെയും ഇല്ലമംഗല സ്വാമിയാരൊക്കെ സന്തോഷിപ്പിച്ച് അവിടുത്തെ ഉണ്ണിയായിട്ട് ആ ഒരു കാലഘട്ടമാണ്. അവിടെ ഗുരുവായൂരിന് അടുത്ത് തന്നെ, ഗുരുവായൂരിന് തൊട്ടടുത്തല്ല, ഇങ്ങനെ കുറച്ച് അകലെയായിട്ട് ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഭഗവാന്റെ ഒരു ഭക്തൻ ജീവിച്ചിരുന്നു കേട്ടോ. ഭക്തൻ എന്ന് പറയുമ്പോൾ വലിയ വയസ്സുള്ള ആളാന്ന് വിചാരിക്കും, ചെറിയ കുട്ടിയാട്ടോ. ഒരു ചെറിയൊരു കുട്ടി, ഉണ്ണി എന്നാണ് പേര്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഉണ്ണിക്ക് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയാണെങ്കിൽ ഭഗവാന്റെ ഭക്ത തന്നെയാട്ടോ. അമ്മ ഇങ്ങനെ ഭഗവാന്റെ കഥകൾ പറഞ്ഞു കൊടുക്കും. അത് കേട്ടിട്ടാണ് ഉണ്ണി ചെറുപ്പം മുതലേ വളരുന്നത്. അങ്ങനെ ഉണ്ണിക്ക് ഭഗവാനോട് വലിയ ഭക്തിയാവാണ്. ചെറിയ കുട്ടിയാണ്, ഒരു 10 വയസ്സിന് താഴെയാട്ടോ വയസ്സ്. അങ്ങനെ ഗുരുവായൂരിലല്ല, തൊട്ടടുത്തുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രമുണ്ട്. അവിടെ ഉണ്ണി അമ്മയുടെ ഒപ്പം ഇന്നും പോവും. ഉണ്ണിക്ക് ഉള്ളൊരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരും ഇല്ല. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കൂട്ടുകാരില്ല എന്ന് പറയുന്ന വിഷമം. അതേ ഒരു വിഷമം തന്നെ ഉണ്ണിക്ക് ഉണ്ടാവുകയാണ്. ഉണ്ണിക്ക് വലിയ വിഷമമാണ്. എല്ലാവരും കൂട്ടുകാരൊപ്പം കളിക്കുമ്പോൾ ഉണ്ണി മാത്രം
ഒറ്റയ്ക്കിരിക്കുകയാണ്, ആരും ഇല്ലേ കൂടെ. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഉണ്ണി എന്നും ഭഗവാനോട് പോയിട്ട് ഒരേ ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്കൊരു കൂട്ടുകാരനെ വേണം. എൻ്റെ അമ്മയോട് ഇതേ കാര്യം പറഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഭഗവാനെ കൂട്ടുകാരനാക്കാൻ. ഭഗവാനെ കൂട്ടുകാരനാക്കാൻ ഭഗവാൻ ഒരു വട്ടം നേരിട്ട് കാണണ്ടേ, അപ്പോൾ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് കളിക്കാമെന്നൊക്കെ ഇങ്ങനെ ഉണ്ണി എന്നും പോയി പറയും കേട്ടോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ണിയുടെ അമ്മയ്ക്ക് ഒരു അസുഖമാവുകയാണ്, അങ്ങനെ അമ്മ കെടുപ്പിലാവുകയാണ്. പിന്നെ ഉണ്ണി ഒറ്റയ്ക്ക് ഭഗവാനെ കാണാണ്ടിരിക്കാൻ അങ്ങനെ എന്നും പോവും, ഭഗവാനെ പോവും. അങ്ങനെ എന്നും പോയിട്ട് ഭഗവാനെ വീണ്ടും പോയി പ്രാർത്ഥിക്കും, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ ഭഗവാനോട് വീണ്ടും ഇതേ കാര്യം, എന്താ ഭഗവാനെ എന്നെ എത്ര വട്ടം പ്രാർത്ഥിക്കുന്നു, എൻ്റെ കൂട്ടുകാരെല്ലാവരും ഒരുമിച്ച് കളിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരനായ അങ്ങ് എന്താ എന്നെ കാണാൻ വരാത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരിക്കും കൂട്ടുകാരനായിട്ട് തന്നെയാണ് ഉണ്ണി കണ്ടിരുന്നത് കേട്ടോ. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് തിരിച്ചു വരുമ്പോൾ ആ ഒരു വീടിൻ്റെയും ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു മരമുണ്ട്. ആ മരത്തിൽ ഒരു കുഞ്ഞൊരു കുട്ടി. എന്നിട്ട് നോക്കുമ്പോൾ അതാ കുട്ടി ഇരിക്കുന്നുണ്ട്, ഇത് ഭഗവാൻ തന്നെയാണെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ ഓടി ചെന്ന് പറയണം, ഞാൻ എത്ര ദിവസം വിളിച്ചിട്ട് എൻ്റെ കൂട്ടുകാരൻ വന്നൂല്ലേ, ഇത് നമുക്ക് ഒരുമിച്ച് കളിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്ക് വലിയ സന്തോഷമാവുകയാണ്. അങ്ങനെ അവർ ഒരുമിച്ച് കളിക്കുക കേട്ടോ അന്നത്തെ ദിവസം. അങ്ങനെ അമ്മ വീട്ടിലിങ്ങനെ കാത്തിരിക്കുകയാണ് ഉണ്ണി ഇപ്പോൾ വരും വിചാരിച്ചിട്ട്. അത് കുറച്ച് കഴിഞ്ഞിട്ട് ഉണ്ണി വരില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് കളിയൊക്കെ കഴിഞ്ഞ് കൂട്ടുകാരുടെ ഒക്കെ ഭയങ്കരമായിട്ട് കളിച്ചിട്ട് ഉണ്ണി വീട്ടിലേക്ക് തിരിച്ചു വരാണ്. അമ്മ ചോദിക്കുകയാണ് എന്താ സാധാരണ കുറച്ചും കൂടി നേരത്തെ വരുന്നതാണെന്ന് എന്താ വൈകി ചോദിക്കുക കേട്ടോ. അപ്പോൾ ഉണ്ണി പറയാണ് ഞാൻ ഭഗവാനെ കണ്ടിട്ടുണ്ട്, ഭഗവാന്റെ കൂട്ടുകാരനായിട്ട് വന്നു, ഞങ്ങൾ കളിച്ചു, കൃഷ്ണനെ അവൻ വന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ അമ്മ ഒന്ന് ഞെട്ട് കേട്ടോ, ഭഗവാനോ, പിന്നെ ആലോചിച്ചു കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും കുട്ടിയുടെ പേരായിരിക്കും, കുട്ടീനായിട്ട് കളിച്ചത് ഭഗവാൻ എന്നൊക്കെ, ഉണ്ണി ചെറുതല്ലേ അങ്ങനെ പറയുന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെ പിറ്റേ ദിവസം പോവാണ്. അപ്പം അന്ന് ഭഗവാൻ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഇനി വരണമെങ്കിൽ, ഞാൻ ഇനി ഉണ്ണിയുടെ ഒപ്പം കളിക്കാൻ വരണമെങ്കിൽ ഒരു കാര്യം ഉണ്ണി അനുസരിക്കണം, ഞാൻ ഉണ്ണിയുടെ ഒപ്പം കളിക്കാൻ വരുന്നുണ്ട് എന്നുള്ള കാര്യം ആരോടും പറയരുത് കേട്ടോ എന്ന് പറയും. ഉണ്ണി സമ്മതിക്കുകയാണ്, ശരി ഭഗവാൻ ഇനി ഞാൻ ആരോടും പറയില്ല എന്ന് സമ്മതിക്കുകയാണ്. പിന്നീട് അവരങ്ങോട്ട് നല്ല രസമായിട്ട് ഉണ്ണിയും ഭഗവാനൊക്കെ കൂടിയിട്ട് നല്ല രസമായിട്ട് കളിക്കുകയാണ്. അങ്ങനെ ഇവര് കുറേ ദിവസങ്ങളായിട്ടോ, പിന്നെ ഇവര് നല്ല തിക് ഫ്രണ്ട്സായി അങ്ങനെയായിട്ടോ. പിന്നെ ഒരു ദിവസം അന്ന് വൈകുന്നേരം രാവിലെ ഉണ്ണി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്കാണ് ഇവർ കളിക്കാറ്. അപ്പം അന്ന് ഒരാൾ വന്നിട്ട് ഭഗവാന് വലിയ വഴിപാടൊക്കെ ചെയ്യുമല്ലോ, അതുപോലെ ഭഗവാന് അരഞ്ഞാണം, സ്വർണത്തിന് നല്ല ഭംഗിയുള്ള നല്ല ഒരു അരഞ്ഞാണം ഒരാൾ വഴിപാടായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം എല്ലാവർക്കും ഭഗവാനെ പ്രാർത്ഥിക്കാൻ വന്ന എല്ലാവർക്കും വലിയ ഇഷ്ടമായി. അങ്ങനെ ആ ഒരു അരഞ്ഞാണം ഭഗവാന്റെ വിഗ്രഹത്തുമ്മ ചാർത്തുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ഉണ്ണി ഇങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആ ഒരു മരത്തിൻ്റെ അവിടെ എത്തുകയാണ്. അങ്ങനെ ഭഗവാനെ കാണുകയാണ്. പിന്നെ അവർ കളിക്കുകയാണ്. അപ്പോഴാണ് ഉണ്ണി ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, ഇത് പ്രത്യേകമായിട്ട് ഇന്നുള്ള വളയും മാലയിനെക്കാട്ടിയൊക്കെ പ്രത്യേകമായിട്ട് ഒരു അരഞ്ഞാണം അരയിലുണ്ടെന്ന് മനസ്സിലാവുകയാണ്. ഉണ്ണിക്കാണെന്ന് കാണുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയോ അരഞ്ഞാണം. നല്ല രസമുണ്ട് കണ്ണാ, എന്ത് ഭംഗിയാന്ന് ചോദിക്കുകയാണ്. ഭഗവാൻ എല്ലാം മനസ്സിലായി. ഭഗവാൻ ചോദിക്കുകയാണ് ഉണ്ണിക്ക് ഇത് വേണമെന്ന് ചോദിക്കുകയാണ്. ഉണ്ണി ഇനി ചെറിയ കുട്ടിയല്ലേ, വേണ്ടാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഉണ്ണി പറയാണ് വേണമെന്നുണ്ട് എന്ന് പറയാണ്. ഇങ്ങനെ ഭഗവാൻ അതപ്പം തന്നെ അതങ്ങോട്ട് അഴിച്ച് ഉണ്ണിക്ക് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഉണ്ണിക്ക് ആ അരഞ്ഞാണ് ഇങ്ങനെ ഭഗവാൻ അതിങ്ങനെ കൊടുത്ത് കയ്യിൽ കിട്ടിയപ്പോൾ ഉണ്ണിക്ക് പിന്നെ സന്തോഷം പറയാൻ പറ്റണില്ല. ഇങ്ങനെ ആ അരഞ്ഞാണോ കയ്യിൽ പിടിച്ച് പിറ്റേ ദിവസം ഉണ്ണി വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ പിറ്റേ ദിവസം എന്നും പതിപോലെ അമ്പലത്തേക്ക് വരിക കേട്ടോ. അടുത്ത ദിവസം നട തുറക്കുകയാണ്. നട തുറക്കുമ്പോൾ ഇന്നലെ ഭഗവാന് സമർപ്പിച്ച ആ ഒരു അരഞ്ഞാണം കാണാനില്ല. എല്ലാവരും ആശ്ചര്യപ്പെടുകയാണ്, അതെവിടെ പോയി, ഇന്നലെ നട അടച്ച് നട നടക്കുമ്പോൾ വരെ അരഞ്ഞാണം അവിടെ ഉണ്ടായിരുന്നല്ലോ, ഇനി ഏതിൽ കള്ളന്മാർ കട്ടതായിരിക്കുമോ എന്നൊക്കെ എല്ലാവരും ആശങ്കപ്പെടുക കേട്ടോ. ഇനി എന്ത് ചെയ്യും, അതാണെങ്കിൽ നല്ല വിലയുള്ള അരഞ്ഞാനാണ്, നല്ല ഭംഗിയുണ്ട്, നല്ല അത്യാവശ്യം വലുപ്പവും കട്ടിയൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ആകെ പേടിച്ച് വരണ്ടിരിക്കുന്ന സമയത്താണ് ഉണ്ണി ഈ ഒരു അരഞ്ഞാണൊക്കെ ഇട്ടിട്ട് ആ അമ്പലത്തേക്ക് വരുന്നത്. എല്ലാവരും ഉണ്ണീനെ ഇങ്ങനെ നോക്കുക കേട്ടോ. ഇതെന്തത്, ഞങ്ങൾ ഇത്ര നേരത്തെ ഞാൻ അരഞ്ഞാണല്ലേ ഉണ്ണിയുടെ ആ ഒരു അരയിൽ കിടക്കുന്നത് വെച്ചാൽ എല്ലാവരും ഞെട്ടി നോക്കുകയാണ്. എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. കാരണം ഭഗവാന്റെ മുതലെടുക്കുക, അത് ഇവിടെ വളർന്ന് ഞങ്ങളൊക്കെ കണ്ടു വളർന്ന് ഈ കുട്ടിയാണോ ഇത് എടുത്തതെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വലിയ അത്ഭുതവും ദേഷ്യമൊക്കെ തോന്നുന്നുണ്ട്. ഉണ്ണീനെ എല്ലാവരും ചീത്ത പറയാൻ തുടങ്ങുകയാണ്. അങ്ങനെ ചീത്ത പറയാൻ തുടങ്ങുമ്പോൾ ഉണ്ണീനോട് ചോദിക്കുകയാണ് ഇത് ആരാ നിനക്ക് തന്നേന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഉണ്ണിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഭഗവാൻ തന്നാന്ന് പറയില്ല.
കാരണം എന്താ, ഭഗവാൻ ഉണ്ണിനോട് പറഞ്ഞിട്ടുണ്ട്, ഇനി ഞാൻ ഉണ്ണിനെ കാണാൻ വരണമെങ്കിൽ ഞാൻ ഉണ്ണിനായിട്ട് കളിക്കുന്ന കാര്യം ആരോടും പറയരുതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ പറഞ്ഞ കാര്യം ഉണ്ണി അനുസരിക്കാതിരിക്കില്ല. അങ്ങനെ ഭഗവാനാണ് തന്നതെന്ന് ഉണ്ണി പറയുന്നില്ല. ഉണ്ണി ആദ്യം പറയും ഇതെന്റെയാന്ന് കുറേ വാദിക്കും കേട്ടോ. അങ്ങനെ വാദമൊന്നും നിൽക്കില്ല, കാരണം എല്ലാവർക്കും അറിയാം. അങ്ങനെ എല്ലാവർക്കും ദേഷ്യം വന്നിട്ട് പറയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല, ഈ ഉണ്ണിയുടെ അമ്മനെ വിളിക്കണം. അങ്ങനെ അമ്മ വരിക കേട്ടോ. അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് ഈ ഒരു രംഗം കണ്ടിട്ട് തന്നെ കരച്ചിൽ വരികയാണ്. കാരണം ചെറുപ്പം മുതലേ ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു വളർത്തി ഉണ്ണിയാണോ ഇങ്ങനെ ഭഗവാന്റെ മുതൽ കട്ടെടുക്കുക എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല. ഉണ്ണിയോട് വലിയ സ്നേഹമുള്ള അമ്മയാണ്, പക്ഷെ ആ ദേഷ്യവും സങ്കടവും ഒക്കെ കൂടി ഉണ്ണിയുടെ ദേഷ്യത്തിൽ അങ്ങോട്ട് അടിക്കാൻ തുടങ്ങുകയാണ്. നീയാണോ അത് എടുത്തേന്ന് ചോദിച്ചിട്ട് നല്ല ചീത്ത പറയുകയാണ്. ഉണ്ണിക്ക് സങ്കടവും വരുന്നുണ്ട്. അങ്ങനെ ഉണ്ണി ലാസ്റ്റ് പറയാണ്, ഇത് ഭഗവാൻ തന്നാന്ന് പറയാണ്. അതുകൂടി കേട്ടപ്പോൾ എല്ലാവരുടെ ദേഷ്യം ഇരട്ടിയാവുകയാണ്. കാരണം ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും അമ്പലത്തിൽ പോകുന്നുണ്ട്, വഴിപാട് ചെയ്യുന്നുണ്ട്, ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആരും ഭഗവാൻ നേരിട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും ഉണ്ണിനെ പഴി പറയാണ്. ഇങ്ങനെ അമ്മ ഇങ്ങനെ ഉണ്ണിനെ അടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് കണ്ടപ്പോൾ ചുറ്റുള്ള ആൾക്കാർക്കൊക്കെ ഒരു വിഷമം തോന്നി. ഒരു ചെറിയ കുട്ടിയല്ലേ, ഇനിയിപ്പോൾ ആ കുട്ടി അത് എടുത്തോട്ടെ, അങ്ങനെയായി എല്ലാവരുടെ ആ ഒരു മനസ്സും. ഇനിയിപ്പോൾ ആ കുട്ടീനെ എടുത്തോട്ടെ, ഇനി ആർക്കും വേണ്ട എന്നുവെച്ചാൽ ഭഗവാനെ കണ്ടിട്ട് ഇഷ്ടമായിട്ടാണല്ലോ ആ കുട്ടി എടുത്തത്, ഇനിയിപ്പോൾ അത് എടുത്തോട്ടെ വിചാരിക്കാം. അങ്ങനെ എല്ലാവരും അവിടുന്ന് പിരിഞ്ഞു പോവാണ്. അപ്പോൾ പോകുമ്പോൾ ഉണ്ണിയുടെ കയ്യിൽ ഇതാ നീ എന്നെ വെച്ചോ, ഇനി ഭഗവാന്റെ മുതൽ കട്ടെടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമ്മയെ ദേഷ്യം നോക്കുന്നുണ്ട്. ഉണ്ണിക്ക് എല്ലാം കൂടി ആകെ ദേഷ്യം വരികയാണ്, ഭഗവാനോട് ദേഷ്യം വരികയാണ്. ഭഗവാൻ പറഞ്ഞിട്ടല്ല ഞാൻ ആദ്യം ആരോടും ഭഗവാനാണ് തന്നെന്ന് പറയാണ്ടിരുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരൻ എന്ന നിലയ്ക്ക് ഭഗവാനല്ലേ എല്ലാവരോടും വന്ന് എൻ്റെ സത്യസന്ധത തെളിക്കേണ്ടത്. അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. ഇനി എനിക്ക് ഒരു കൂട്ടുമില്ല, ഞാൻ ഒരിക്കലും ഭഗവാനായിട്ട് മിണ്ടില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് ആ ഒരു അരഞ്ഞാണ് അങ്ങോട്ട് വലിച്ചെറിയാണ്. എവിടേക്കാ വലിച്ചെറിയുന്നത്? ആ മരം ഉണ്ടല്ലോ, എന്നും ഭഗവാനെ കണ്ടിരുന്ന ആ മരം, ആ മരത്തിൻ്റെ അവിടേക്ക് വലിച്ചെറിയാണ്. അങ്ങനെ വലിച്ചെറിയുന്നത് എല്ലാവരും അവിടെ ഈ ചീത്ത പറഞ്ഞ എല്ലാവരും ഉണ്ട്, അമ്മയും എല്ലാവരും കാണുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ആ കുട്ടി വെറുതെ കാണിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും അവിടുന്ന് ആ കുട്ടീനോടുള്ള ദേഷ്യത്തിൽ എല്ലാവരും അവിടുന്ന് പോവും. അങ്ങനെ പിറ്റേ ദിവസമായി, നട തുറക്കേണ്ട സമയമായി. അപ്പോൾ നട തുറക്കുമ്പോൾ മേൽശാന്തി ഇങ്ങനെ അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഒരു മരം ആ മേൽശാന്തി ശ്രദ്ധിക്കുന്നത്. മരം നോക്കുമ്പോൾ എന്താ കാണുന്നതെന്ന് അറിയോ? മരത്തിൽ നിറച്ച് മഞ്ഞ നിറത്തിലുള്ള പൂക്കൾ. ആ പൂക്കൾ കാണാൻ എങ്ങനെയാണെന്നറിയോ? അരഞ്ഞാണത്തിൻ്റെ ഒരു ആകൃതി. നിങ്ങൾ ഈ കൊന്ന മരം നോക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ആ കൊന്ന മരത്തിൻ്റെ ആ ഒരു മഞ്ഞ നിറത്തിലുള്ള അതൊക്കെ ആ ഒരു പൂക്കൾ എങ്ങനെയാണ് ഒരു അരഞ്ഞാണം പോലെ അരകെടുക്കുന്നത്. അതേപോലെ മേൽശാന്തി ആദ്യമായിട്ടാണ് അവിടെ ഈ മരത്തിൽ പൂക്കൾ ഉണ്ടാവുന്നത്. അതുവരെ പൂക്കൾ ഉണ്ടായിരുന്നില്ല. മേൽശാന്തി ആകെ ഞെട്ടിപ്പോവാണ്. ഈ മരത്തിൽ ഇങ്ങനെയാണോ പൂക്കൾ ഉണ്ടാവുക? ആദ്യമായിട്ടാണല്ലോ ഇത് കാണുന്നത്. പിന്നെ മേൽശാന്തി ഒന്നായി സൂക്ഷിച്ച് നോക്കിയപ്പോൾ അതാ അരഞ്ഞാണത്തിൻ്റെ രൂപം. അങ്ങനെ മേൽശാന്തി ഓടി ചെന്നിട്ട് ക്ഷേത്രത്തിലേക്ക് പോവും. നട തുറക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ മേൽശാന്തിനോട് നേരിട്ട് പറയുന്ന പോലെ, ഞാൻ കൊടുത്തതാണ് ആ അരഞ്ഞാണം, എന്നിട്ട് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഉണ്ണിനെ ചീത്ത പറഞ്ഞില്ലേ, അങ്ങനെ പറയാണ്, ഞാൻ കൊടുത്താണെന്ന് പറയാണ്. ഭഗവാൻ തന്നെ നേരിട്ട് പറയാണ്. പിന്നെ മേൽശാന്തിക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. മേൽശാന്തി അപ്പം തന്നെ ഭഗവാൻ അവിടെ നിന്ന് വണങ്ങിയിട്ട് വേഗം തന്നെ എവിടേക്കാ പോകുന്നത്? ഉണ്ണിയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. പിന്നെ മേൽശാന്തി ഓടി കിതച്ച് പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്ന കേട്ടോ. എന്നിട്ട് ഉടനെ തന്നെ അമ്മനോട് പറയാണ്, ഉണ്ണിനെ ചീത്ത പറയരുത് പറയാണ്. എന്നിട്ട് പറയാണ്, എന്നോട് ഭഗവാൻ നേരിട്ട് വന്ന് പറഞ്ഞു, അത് ഉണ്ണിക്ക് ഭഗവാൻ നേരിട്ട് കൊടുത്താന്ന് പറഞ്ഞു. ഇനി വിശ്വസിക്കുന്നില്ല വെച്ചാൽ ഞാൻ തെളിവ് കാണിച്ചു തരാം, അവൻ്റെ കൂടെ വരും എന്ന് പറയും. എന്നിട്ട് ആ മരത്തിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും. കണ്ടോ, ഇന്നലെ ഉണ്ണി ആ അരഞ്ഞാൻ എറിഞ്ഞത് നമ്മളെല്ലാവരും കണ്ടല്ലേ? അപ്പം അത് ആ അരഞ്ഞാണത്തിൻ്റെ അതേ രൂപത്തിൽ ഈ മരത്തിൽ ഇതാ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ട് എന്ന് പറയണം. അപ്പോൾ ഇങ്ങനെ മേൽശാന്തി ഇങ്ങനെ ഓടിക്കരച്ച് വരുന്നതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. ഇത് കണ്ട് എല്ലാവരും ആ മരത്തിന് ചുറ്റും കൂടുകയാണ്. എല്ലാവർക്കും കാര്യം മനസ്സിലാവുകയാണ്. അപ്പോൾ ഇതാണ് കൊന്ന മരത്തിൻ്റെ കഥ. അങ്ങനെയാണ് ആദ്യമായിട്ട് കൊന്ന പൂക്കൾ മരത്തിൽ വിരിയാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു കണിയുടെ സമയത്ത് ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വസ്തുവായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയല്ലോ, ഈ ഒരു ദുഷ്കീർത്തി ഇല്ലാതാക്കുക. അതായത് ഇപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തന്നെ ഉണ്ണി ചെയ്യാത്തൊരു കാര്യത്തിന് പഴിയേക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ലോകത്തിൽ പലർക്കും അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളെ മനസ്സുകൊണ്ട് പോലും അറിയാത്ത കാര്യത്തിന് പലരും നമ്മളെ ചീത്ത പറയും, നമ്മളോട് ദേഷ്യപ്പെടും. അങ്ങനെ ഇപ്പം ഈ ഉണ്ണിക്ക് അതുപോലെയാണ് ഉണ്ടായത്. അതുപോലെ തന്നെയാണ് ആ ബാലിയുടെ കഥയിലും ആ ഒരു
കൊന്ന മരത്തിനുണ്ടായത്. കൊന്ന മരം എന്ന് പറഞ്ഞിട്ട് പഴി വെക്കുകയാണ്. അപ്പൊ അതിൻ്റെ ഒക്കെ പ്രതീകമാണ് ഈ കൊന്ന പൂക്കള് ഇന്നും നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുവായിട്ട് ഉപയോഗിക്കുന്നത്. ഈ കണി കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അതായത് നമ്മളൊരു വർഷത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വസ്തു ആദ്യമായിട്ട് കാണാനാണ്. ഈ ലോകത്തെ ഏറ്റവും മനോഹരമായിട്ടുള്ള വസ്തു എന്താണ്? അത് ഭഗവാൻ തന്നെയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഭഗവാനെ കാണുന്നു, അതിനൊപ്പം ഏറ്റവും നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും നല്ല വസ്തുക്കൾ നിരത്തി വെക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? ഈ കൊന്ന പൂക്കൾ തന്നെയാണ്. അപ്പോൾ അതാണ് കൊന്ന പൂക്കളുടെ ആ ഒരു പ്രാധാന്യവും. അതുപോലെ തന്നെ കൊന്ന പൂക്കള് ഭക്തിയുടെ ഒരു പ്രതീകം തന്നെയാണ്. ഉണ്ണിയുടെയും അതിൻ്റെ പ്രതീകമാണ് കൊന്ന പൂക്കൾ എന്ന് പറയുന്നത്. എല്ലാവരും ഈ വിഷു ദിനത്തിൽ കേട്ടിരിക്കേണ്ട കഥ തന്നെയാണ്. കാരണം ഈ കഥയുടെ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ പലർക്കും ഇപ്പോഴും അത് വിശ്വസിക്കാൻ ഒരു മടിയാണ്. പല കഥകൾ കേൾക്കുന്നു, ഭഗവാൻ ഇങ്ങനെയൊക്കെ വരുമോ? ചില കഥകൾ കേൾക്കുമ്പോൾ പലർക്കും ഒന്നും സംശയം ഉണ്ടാവാറുണ്ട്. ഭഗവാൻ ഇങ്ങനെ നേരിട്ടൊക്കെ വരുമോ? അതിലോട്ട് സംസാരിക്കുമോ? അങ്ങനെ നമ്മൾ പലർക്കും കുറൂരമ്മയുടെ കഥ പറയുമ്പോഴും പലർക്കും സംശയമാണ്, ഭഗവാൻ ഇങ്ങനെ നേരിട്ടൊരു ഉണ്ണിനെ പോലെ വരുമോ എന്നൊക്കെ സംശയമാണ്. ആ സംശയം എപ്പോഴാണോ ഇല്ലാതാവുന്നത് അപ്പോഴാണ് നമുക്ക് ഉണ്ണിനെ പോലത്തെ ഭക്തി ഉണ്ടാവുക. എന്നാലേ ഭഗവാൻ നേരിട്ട് വരുവുള്ളൂ. നമ്മൾ അതിനെ തെളിയിക്കുന്ന പല കഥകളും കേട്ടിട്ടുണ്ട് അല്ലേ. എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകൾ നേരുന്നു. പിന്നെ എല്ലാവരും ഗുരുവായൂരിലേക്ക് വിഷുക്കണി കാണാൻ വരുന്നില്ലേ? അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. ഗുരുവായൂരിൽ വിഷുക്കണി വെക്കുമല്ലോ. അത് കാണാനായിട്ട് നിരവധി ഭക്തർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് തലേദിവസം തന്നെ വന്ന് വരിക്കുന്ന ഭഗവാനെ കാണാറുണ്ട്. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വിഷുക്കണി ഒരുക്കുകയും ചെയ്യും, അതും കാണാറുണ്ട്. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയമൊക്കെ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, കഥകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഭഗവാന്റെ നാമം ഒന്ന് കമൻറ്റിൽ ഇട്ടോളൂ കേട്ടോ. ഈ വിഷു സമയത്ത് നിങ്ങൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമായിരിക്കും ഭഗവാന്റെ നാമം ഒരു വട്ടം ചൊല്ലുക എന്നത്. എല്ലാവർക്കും വിഷു ആശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം.